ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതം ഇങ്ങനെ പ്രണവിൻ്റെ മുന്നിലോട്ട് ചെക്ക് നീട്ടാണ് കേട്ടോ. ഈ ചെക്ക് നീട്ടുന്ന സമയത്ത് പ്രണവ് നല്ല ഗൗരവത്തിലാണ്. അപ്പം നിധി പറയുന്നുണ്ട്, എന്താ ഗൗതം നീ ഇങ്ങനെ ആവുന്നത്, ഈ ചെക്ക് വേടിക്കേ എന്ന് ഒരുപാട് ആവർത്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൗതമിൻ്റെ കയ്യിൽ നിന്നും പ്രണവ് ആ ചെക്ക് വേടിക്കുകയാണ്. കാരണം തൻ്റെ അമ്മ പാറുവും കൂടി പറയുമ്പോഴാണ് അത് വാങ്ങുന്നത്. അത് വാങ്ങുന്നതിനോടുകൂടി ശിവാനിയുടെയും വസുന്ധരയുടെയും മുഖം ആകെ മാറി മറിയാൻ കേട്ടോ. ഈശ്വര, എത്ര മാറ്റിയിട്ടും പ്രണവ് മാറുന്നില്ലല്ലോ, പ്രണവ് അവൻ്റെ ഏട്ടൻ്റെ കൈകളിൽ നിന്ന് ചെക്ക് വാങ്ങിയല്ലോ എന്ന ഭാവത്തോടു കൂടി ഇങ്ങനെ നോക്കണം കേട്ടോ. എന്നാൽ ഈ സമയം പ്രണവ് ആ ചെക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് സന്തോഷവുമാവാണ്. തൻ്റെ അനിയൻ ആ ഒരു ചെക്ക് വാങ്ങിയല്ലോ. പിന്നീട് ഗൗതം പറയണേ, എന്തായാലും നീ CKCയുടെ കൈകളിൽ നിന്ന് പണം വാങ്ങി നീ ഒരു ബിസിനസ് ചെയ്യരുത്, നിനക്ക് ഞാൻ വലിയ തുക അതിൽ വെച്ചിട്ടുണ്ട്, നീ അതുമായി ചെയ്തോ, എൻ്റെ അനിയൻ എപ്പോഴും ഉയർന്ന സ്ഥാനത്ത് എത്തണമെന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത് എന്ന് പറയുമ്പോൾ ഗൗതമിൻ്റെ മുന്നിലോട്ട് ആ ചെക്ക് അങ്ങ് കീറിയിട്ട് മുഖത്തോട്ട് അങ്ങ് എറിയണം കേട്ടോ. ഇതോടുകൂടി ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് പറയണേ, നിങ്ങൾ കുറച്ച് പണം തന്ന് എൻ്റെ പേരിലാക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം, എൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നിങ്ങൾ എടുത്ത് എന്നങ്ങ് പറയുമ്പോഴേക്കും ശിവാനി പറയണേ, മതി പ്രണവ്, ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഉടൻ തന്നെ എന്തോന്ന് പറയാൻ അങ്ങ് ഒരുങ്ങുന്നതിനോട് കൂടി ശിവാനി അവിടെ ഇടപെടണം കേട്ടോ. ഈ സമയം പാറുവിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. വായിൽ തോന്നിയത് വിളിച്ച് പറയുന്നോടാ, നിൻ്റെ ഏട്ടനല്ലേ, നിൻ്റെ ഏട്ടനോട് നീ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്നുള്ളൊരു ബോധവും നിനക്കില്ലേ? ആ ഏട്ടനായിട്ടാണല്ലോ ഇവിടെ ഈ കാട്ടി വെച്ചിരിക്കുന്നത്. ഞാനും യാമിനെയും അമ്മയുടെ മകനല്ലേ, അതോ ഇയാൾ അമ്മയുടെ മകനല്ലേ? ഇത് സത്യം എനിക്കറിയണം. അമ്മയുടെ വയറ്റിൽ പിറന്നതല്ലേ ഇയാൾ, അതുകൊണ്ടാണോ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ കാട്ടുന്നതെന്ന് പറയുമ്പോൾ ആ സത്യം പുറത്തു വരുമ്പോൾ പാറുവിൻ്റെ സ്വഭാവം അങ്ങ് മാറും കേട്ടോ. എന്നാൽ ഇതെല്ലാം കണ്ട് നിർമ്മല ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടാവും. നിർമ്മല ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം തന്നെ ചോദിച്ചിരിക്കുന്നു. അത് കേട്ടതിനോടുകൂടി നിർമ്മലയും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം താൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് ഇവിടെ ഇങ്ങനെ ഗൗതം കേട്ടോ. അങ്ങനെ ഗൗതം ഇങ്ങനെ നിൽക്കുമ്പോൾ നിധിയാണെങ്കിലും എങ്ങനെ ഈ സത്യം ഇവനെ അറിഞ്ഞു എന്ന പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും ചോദിക്കുകയാണ്, എന്താ ഞാൻ നിങ്ങളോട് ചോദിച്ചത് കേട്ടില്ലേ, ഞാനും യാമിനിയും നിങ്ങളുടെ വയറ്റിൽ പിറന്നതും ഇയാളെ നിങ്ങൾ വേറെ എവിടെ നിന്നെങ്കിലും ദത്തെടുത്തോ അങ്ങനെ എന്തെങ്കിലും ആണോ, അതുകൊണ്ടാണല്ലോ ഇവിടെ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയുമ്പോഴേക്കും പാറു കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് പ്രണവിനെ കൊടുക്കണം കേട്ടോ. എടാ, നിൻ്റെ സ്വന്തം ഏട്ടനെ നീ വക തിരിച്ച് കാണുന്നു, സ്വന്തം അമ്മയുടെ വയറ്റിൽ പിറന്ന അല്ലെന്ന് പറയുന്നു, ആരെടാ നിനക്ക് ഇതൊക്കെ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കണം കേട്ടോ. ഇനി മേലാൽ നീ ഇത് ആവർത്തിച്ചാൽ എൻ്റെ സ്വഭാവം എന്തെന്നറിയാം. നിൻ്റെ ഏട്ടൻ നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചവനാണ്, അവൻ്റെ സ്നേഹം നീ ഇങ്ങനെ തട്ടി മാറ്റുന്നു, എന്തിനു വേണ്ടിയാടാ, ആർക്ക് വേണ്ടിയാടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അവിടെ ശിവാനി പറയണം, എന്തൊരു കഷ്ടമാണ്, സ്വന്തം ഏട്ടൻ ഒരമ്മയുടെ വയറ്റിൽ പിറന്നാന്ന് പറയുന്നു, എന്നാൽ ഇവനെയാണോ ദത്തെടുത്തതെന്ന് എനിക്ക് സംശയം. നിങ്ങൾ സത്യത്തിൽ ഈ പ്രണവിനെ പ്രസവിച്ചതല്ലേ, പ്രണവ് നിങ്ങളുടെ മകനല്ലേ, ഒരു മകനെ ഇത്രയും പേരുടെ മുന്നിലിട്ട് അടിക്കുന്നത് ശരിയാണോ? അതും കല്യാണം കഴിച്ച ഒരു മകൻ അവൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച്, അവൻ്റെ ഏട്ടത്തിയുടെ മുന്നിൽ വെച്ച്, അങ്ങനെ എത്ര പേരുടെ മുന്നിൽ വെച്ചാണ് ഇത് അടിക്കുന്നത്? അത് കേൾക്കുന്ന പാറു ഒന്ന് നിശബ്ദമാവട്ടെ. പാറു പറയണേ, ശിവാനി നീ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ, അത് കേട്ടുടനെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതേ ഉള്ളൂ, ഇപ്പോഴിവിടെ നിങ്ങൾ കാട്ടിയതെന്താ, എന്താണ് എൻ്റെ പ്രണവ് ചെയ്ത തെറ്റ്, പ്രണവ് ഇതൊന്ന് ചെയ്തതിനും ഇതൊന്ന് ചോദിച്ചതിനും നിങ്ങൾക്ക് എന്താ ഇത്ര ദേഷ്യം, നിങ്ങൾ ഇപ്പോഴും അത് തന്നെയല്ലേ കാണിക്കുന്നത്, ഗൗതമിനോട് കൂടുതൽ സ്നേഹം, ഇവരെ രണ്ടാളും നിങ്ങൾ സ്നേഹിക്കുന്നില്ല, ഈ പറഞ്ഞതിലും സത്യമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പ്രണവ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഗൗതമിനും നിധിക്കും വളരെ വിഷമമാവാണ്. അങ്ങനെ ഗൗതം നിധിയും റൂമിലോട്ട് പോവാണ്. പിന്നീടാണെങ്കിലോ ഗൗതം ഇങ്ങനെ നിധിയോട് പറയാണ്, എന്താണ് എൻ്റെ പ്രണവിന് പറ്റിയതെന്നറിയില്ല, അവൻ CKCയുടെ കരങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ പേടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴേക്കും പാറു വരികയാണ്, ശരിയാണ്, അവന് എന്താ പറ്റിയതെന്നറിയില്ല. അപ്പോൾ ഉടൻ തന്നെ നിധി പറയുന്നുണ്ട്, അവനെ എന്തോ ഒന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിലക്കിയിട്ടുണ്ട്, CKCയും ഈ പറയുന്ന ശിവാനി വസുന്ധര ആൻറ്റിയും, അവൻ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്തോ ഒന്ന് പറയാൻ ഒരുങ്ങി, അതിനിടയ്ക്കാണ് പാറു അവനെ അടിച്ചത്, അതുകൊണ്ട് തന്നെ ആ സത്യം വെളിയിൽ വന്നില്ല. അപ്പോൾ അർത്ഥം എന്താ, അവൻ എന്തോ മറച്ചു വെക്കുന്നുണ്ട്, ആ സത്യം അറിയാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് പ്രണവിനെ നമ്മുടെ കൈക്കുള്ളിൽ കൊണ്ടുവരാം.
എന്ന് പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ പാറു പറയുന്നത് ശരിയാണ്, ആ സത്യം ഇവിടെ പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നിർമ്മല ചായയുമായി വരുന്നത്. ഇതാ മോനെ ചായ എന്ന് പറയട്ടോ. അത് കണ്ടുടനെ ദേഷ്യം അങ്ങ് പിടിക്കുകയാണ് അങ്ങ് പാറുവിന്. ഇവിടെ എപ്പോഴും കോഫി ചായ എന്നും പറഞ്ഞ് വന്നോളും, മര്യാദക്ക് അവിടുന്ന് പോകുന്നുണ്ടോ? ഞങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴാണ് നിൻ്റെ ഒരു ചായയും കോഫിയും എന്ന് പറഞ്ഞിട്ട് അങ്ങ് വഴക്ക് പറയണേട്ടാ. അത് കേൾക്കുന്നതിനോടുകൂടി അങ്ങ് സങ്കടമാവുകയാണ് ശരിക്കും നിർമ്മലയ്ക്ക്. അപ്പോഴേക്കും നിധി നിങ്ങൾ തന്നേ ആ ചായ എന്ന് പറഞ്ഞിട്ട് ഗൗതമിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം പറയണേ എനിക്ക് വേണ്ട എന്ന് പറയണേ. ഇതേ സമയം CKC പറയണേ CKCയെ കുറിച്ച് നിർമ്മല പറയണേ, ഞാനൊരു കാര്യം പറയട്ടെ ഗൗതം, ഇപ്പോൾ നിൻ്റെ അനിയനെ നിന്നിൽ നിന്ന് വേർപ്പെടുത്തിയിരിക്കുന്നത് CKCയാണ്. പക്ഷേ നിൻ്റെ അനിയനെ രക്ഷിക്കാനല്ല, അവനെ ചതിക്കുഴിയിൽ കൊണ്ടേയിടും, അത് സത്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം, നിൻ്റെ അനിയനെ നീ പുറത്ത് കൊണ്ടുവരണം, അവൻ്റെ കൈകളിൽ നിന്ന് നീ കൊണ്ടുവരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അത് പറയാൻ എനിക്കെന്ത് യോഗ്യത, നീ പോ എന്ന് പറഞ്ഞ് പാറു ആട്ടി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാറു നിർമ്മല അങ്ങ് പോകുന്നതിനോട് കൂടിയിട്ട് ഗൗതം പറയണേ, എങ്ങനെ എല്ലാ സത്യങ്ങളും ഇങ്ങനെ അറിയാൻ കഴിയുന്നത്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിർമ്മല ആൻറ്റിക്ക് എങ്ങനെ ഈ CKCയെ കുറിച്ച് അറിയാമെന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ നിധി പറയാണ്, നിർമ്മല ആൻറ്റിക്ക് എല്ലാം അറിയാനുള്ള കഴിവുണ്ട്, നിർമ്മല ആൻറ്റിക്ക് അതിനൊക്കെ അറിയാനുള്ള ഒരു കഴിവുണ്ട്. CKCയെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിഞ്ഞത് നിർമ്മല ആൻറ്റിയാണ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പാറു പറയാം, മണ്ണാങ്കട്ടയാണ്, അവളെ ഈ വീട്ടിൽ നിന്ന് പഠിച്ചുണ്ടാക്കിയതാണ് ഈ CKCയുടെ സ്വഭാവം, എൻ്റെ വായിൽ നിന്നും നിൻ്റെ വായിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത് വെച്ച് അങ്ങ് ഉപദേശിക്കുകയാണ്, അല്ലാതെ ഒരു മണ്ണാങ്കട്ടയോ അവൾക്കറിയില്ല, CKCയെ കുറിച്ച് യാതൊരു സത്യമോ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി എന്തായാലും അവർക്കിടയിലുള്ള ആ സത്യം, പ്രണവിനെ അവർ പൂട്ടിയിരിക്കുന്ന എനിക്കെതിരെ തിരിച്ചിരിക്കുന്ന ആ സത്യം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നും പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ പ്രണവിനെയാണ് കാണിക്കുന്നത്. പ്രണവിൻ്റെ അടുത്തോട്ട് വസുന്ധരയും ശിവാനിയും ചെന്നിരിക്കുകയാണ്. അപ്പോൾ പ്രണവാണെങ്കിൽ ആലോചിക്കുന്നത് തൻ്റെ അമ്മ തന്നെ അടിച്ച ആ ഒരു രംഗമായിരിക്കും, അത് തൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. അപ്പോഴേക്കും ശിവാനി അങ്ങ് എരുതിയിൽ എണ്ണൊഴിക്കുന്നത് പോലെ അങ്ങ് മൂർച്ചയുള്ള വാക്കുകൾ പറയുകയാണ് കേട്ടോ. എൻ്റെ പ്രണവ് ഇപ്പോഴെന്താണ് ഉണ്ടായത്, പ്രണവിന് അത് തന്നെ സംഭവിച്ചില്ലേ, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ പ്രണവിന് സംഭവിച്ചില്ലേ, എല്ലാവർക്കിടയിലും പ്രണവ് സ്വന്തം മകനല്ലെന്ന് തെളിയിക്കുന്ന വിധത്തിലല്ലേ അവർക്കിടയിൽ അടിച്ചത്, ഇപ്പോൾ സ്വത്തിലാണെങ്കിലോ അങ്ങനെ. എന്തായാലും ഈ കാര്യങ്ങൾ എന്തായാലും അവരോടൊന്ന് തുറന്ന് പറയുകയാണ് നല്ലത്. അവരോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർ ഇതിന് ഒരു അവസാനം ഉണ്ടാക്കും. കാരണം എല്ലാ സ്വത്തുക്കളും ഇങ്ങനെ പ്രണവിന് തരാതെയും കണ്ടിട്ട് നിധിയുടെയും അവരുടെയും പേരിലാണ് എഴുതിയിരിക്കുന്നതെന്ന സത്യം എല്ലാവരും അറിയട്ടെ എന്ന് പറയുമ്പോൾ പ്രണവ് ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ. എനിക്കെൻ്റെ ഏറ്റവും ജീവിതത്തിലെ ലക്ഷ്യം ഈ കോഫി ഷോപ്പാണ്, ഈ കോഫി ഷോപ്പ് വിജയിക്കട്ടെ, അതിനുശേഷം ഞാൻ അവരോട് തിരിച്ച് ചോദിച്ചോളാം എന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ. ഇതേസമയം ശിവാനിയാണെങ്കിലോ വസുന്ധരയോട് പറയണ, എങ്ങനെയുണ്ട് പ്രണവിനെ ഞാൻ എൻ്റെ കൈക്കുള്ളിലാക്കി വെച്ചത്, ഞാൻ പറയുന്നതിനനുസരിച്ച് ഇപ്പോൾ പ്രണവ് ചലിക്കത്തുള്ളൂ, ഞാൻ പറയുന്നത് പ്രണവ് ഇപ്പോൾ കേൾക്കത്തുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് വസുന്ധര ആൻറ്റി എന്ന് ചോദിച്ച ഉടൻ തന്നെ പറയണം, നീ ചെയ്ത നല്ല കാര്യം, നീ പറയുന്നത് ഇപ്പോൾ പ്രണവ് ചെയ്യുന്നുള്ളൂ, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ നിധി എന്ന് പറയുന്നവൾ ഈ വീടിൻ്റെ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് പ്രണവിനെ നീ ഇങ്ങനെ നിൻ്റെ കൈക്കുള്ളിലാക്കേണ്ട ആവശ്യമില്ല, പ്രണവിനെ സ്വാതന്ത്ര്യത്തോടുകൂടി വിടണം, അവൻ പിന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കണം എന്നും പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെയായി നിധി എണീറ്റിരിക്കുകയാണ്. അപ്പോൾ നിധി പുറത്തോട്ട് വരുമ്പോൾ നിർമ്മല വരികയാണ്, മോളെ ഗൗതം എണീറ്റിട്ടുണ്ടോ, ഇല്ല, എന്നാൽ അവന് ചായ കൊണ്ടുവരട്ടെ, അത് വേണ്ട എനിക്ക് മാത്രം മതി അമ്മേ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ആ ചായയുമായി നിർമ്മല വരികയാണ്. അങ്ങനെ നിർമ്മല നിധിക്ക് ചായ കൊടുക്കുകയാണ്. ഇതേ സമയം നിധിയാണെങ്കിൽ ഈ ചായ അങ്ങ് കുടിക്കുമ്പോൾ നിർമ്മല പറയണേ, ഞാൻ ടെറസിൽ ഒരുപാട് ഡ്രസ്സ് ഉണക്കാനുണ്ട്, അതിന് പോട്ടെ എന്ന് പറഞ്ഞ് നിർമ്മല പോകുന്നു കേട്ടോ. പിന്നീട് നിധി ഈ ചായ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കുടിച്ചു തുടങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും നിധിക്ക് എന്തോ ഒരു ഒമിറ്റ് ചെയ്യാൻ തോന്നുന്നത് പോലെയും അതുപോലെ തന്നെ തൻ്റെ വയറിനുള്ളിൽ ഒരു വേദന എടുക്കുന്നത് പോലെയും നിധിക്ക് തോന്നുകയാണ് കേട്ടോ. പിന്നീട് നിധി ഒന്നും നോക്കില്ല, അങ്ങ് ബേസിലോട്ട് ഓടുകയാണ്. അങ്ങനെ അവിടെ നിന്നും നിധി നിർത്താതെ ഇങ്ങനെ ഛർദ്ദിച്ചും കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ നിധി, എന്താ ഇന്ന് ഇപ്പോൾ രാവിലെ എണീറ്റത് മുതൽ എനിക്ക് ഇങ്ങനെ ഒരു തലചുറ്റലും വയറിനുള്ളിൽ വേദനയും വൊമിറ്റിങ്ങും ഒക്കെ, ഇതെന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ നിധി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ, ഈശ്വര ഇനിയിപ്പോൾ ഞാൻ ഗർഭിണിയായിരിക്കുമോ, അത് തന്നെ ആയിരിക്കുമോ, നിർമ്മലാമ്മ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്തത് ഈ വീട്ടിൽ വരാൻ പോകുന്ന സന്തോഷം എൻ്റെ കുഞ്ഞിൻ്റേതാണെന്ന് പറഞ്ഞതുപോലെ ആ സത്യം തന്നെ ആയിരിക്കുമോ എന്ന് നിധിയുടെ ഉള്ളിൽ പലവട്ടമായി നിധി ഇങ്ങനെ ചോദിക്കുകയാണ്. അതോടുകൂടി നിധിക്ക് ഇതെങ്ങനെ ഉറപ്പ് വരുത്താൻ കഴിയും എന്ന് നിധി ഇങ്ങനെ ചിന്തിക്കുന്നു. പിന്നീട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നിധിയെ കാണിക്കുന്നത്, നിധി പുറത്ത് പോയിട്ട്
പ്രഗ്നൻസി കിറ്റ് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിധി പ്രഗ്നൻ്റ് ആണെന്നുള്ള ആ സത്യം വെളിയിൽ വന്നിരിക്കുന്നു. പിന്നീട് നിധി ഓടാണ്. ഗൗതം ഗൗതം എന്ന് പറഞ്ഞ് വിളിച്ചു പോകും. ആ വീട് മൊത്തം ഗൗതമിനെ വിളിക്കുമ്പോൾ ഗൗതമിനെ അവിടെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്.